നേപ്പാളിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടെ നടന്ന കലാപത്തിനിടെ വ്യാപകമായി കൊള്ളയും കൊലപാതകങ്ങളും നടന്നതായാണ് റിപ്പോർട്ടുകൾ. ചില സ്ഥലങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളും ബാങ്കുകളും കൊള്ളയടിക്കപ്പെട്ടു. കലാപത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പോലീസ് പിന്മാറിയതിനെ തുടർന്നാണ് വ്യാപകമായി ആക്രമണം നടന്നത്. എന്നാൽ ഇന്ന് രാവിലെ മുതൽ നേപ്പാളിലെ കാഠ്മണ്ഡു ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു. ഇതോടെ രാജ്യം സമാധാനത്തിലേക്ക് മടങ്ങുകയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്നത്. കാഠ്മണ്ഡു വിമാനത്താവളം തുറന്നതോടെ ഇവരിൽ പലർക്കും നാളെയോ മറ്റന്നാളോ നാട്ടിൽ എത്താൻ വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. റോഡ് മാർഗം ഇതിനോടകം തന്നെ പലരും ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ ശക്തമായ പരിശോധന നടത്തുന്നുണ്ട്. നേപ്പാളിൽ ജയിൽ ചാടിയവർ ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് കടക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇതിനോടകം അറസ്റ്റ് ചെയ്ത 5 ജയിൽ പുള്ളികളെ ഇന്ത്യൻ ഏജൻസികൾ നേപ്പാളിന് കൈമാറി. നേപ്പാളിലെ പുതിയ സർക്കാരിൻ്റെ രൂപീകരണം സംബന്ധിച്ച അനൗദ്യോഗിക ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട്. കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷാ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് ഇടക്കാല പ്രധാനമന്ത്രി പദവിയിലേക്ക് പരിഗണിക്കുന്നതെന്നാണ് സൂചന. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.